നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ടെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുമെന്നും മുഖ്യ ഭരണാധികാരി. ജില്ലയിൽ ഒരിടത്തും കോലീബി സഖ്യമില്ലെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത്. CPM-ഉം കോൺഗ്രസും ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീകാന്ത്. നവരാത്രി ആഘോഷത്തിൽ മുങ്ങി കൊല്ലൂർ. വിജയദശമി നാളായ വ്യാഴാഴ്ച എഴുത്തിനിരുത്തം. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന പ്രഖ്യാപനവുമായി LDF-INL വികസന മുന്നണി. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും നേതാക്കൾ. പൊന്നുവിളയിക്കാൻ കുഞ്ഞു കരങ്ങളും. പിലിക്കോട് GHSS വിദ്യാർത്ഥികൾ കാർഷിക വൃത്തിയിലൂടെ ഒരു നാടിനാകെ മാതൃകയാവുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. വിവിധ പഞ്ചായത്തുകളിലായി 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ടെന്നും കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലായി 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ടെന്ന് കളക്ടർ PS മുഹമ്മദ് സഗീർ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനായി ഇവിടേക്ക് കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കളക്ടർ. ഇതുവരെ എൻ്റെ അടുത്ത് ഒരു ഇത് വന്നിട്ടില്ല, ആവശ്യം ഉണ്ടെന്നുള്ളൊരു കാര്യം വന്നിട്ടില്ല. പോലീസ് അങ്ങനെ ഒരു ഇത് ആവശ്യം പറഞ്ഞിട്ടില്ല. ഇനി കണ്ണൂർ വരുന്നതിന് നമുക്ക് കുറച്ച് തരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊക്കെ റിട്ടേണിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരായിരിക്കും ഒരു ബൂത്തിലുണ്ടാവുക. മൾട്ടി പോസ്റ്റിംഗ് മെഷീനായിട്ട് 5100 ബാലറ്റ് യൂണിറ്റും 1700 കൺട്രോൾ യൂണിറ്റും നമുക്ക് ഇപ്പോൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളുടെ ആയിട്ട് 200 സിംഗിൾ പോസ്റ്റ് മെഷീൻ 200 ഉള്ളൂ. 200 സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് മെഷീനുകൾ വന്നിട്ടുണ്ട്. ഇതിനൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർ 28, 29, 30 തീയതികളിൽ ഒരു മൊബൈൽ വാഹന പര്യടനം നടത്തുന്നുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷയൊരുക്കുന്നതിനായി 2362 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 6 DYSP-മാർ, 11 പോലീസ് ഇൻസ്പെക്ടർമാർ, 531 സ്പെഷ്യൽ പോലീസുകാർ എന്നിവരാണ് സുരക്ഷയൊരുക്കുന്നത്. 64 പോലീസ് പിക്കറ്റിംഗ് കേന്ദ്രങ്ങളും ഏർപ്പെടുത്തും. എത്തിച്ചേരാൻ പ്രയാസമുള്ള തരത്തിൽ 20 ബൂത്തുകളുമുണ്ടെന്ന് പോലീസ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ജില്ലയിൽ ആകെ 1403 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. അതിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് 1284 ബൂത്തും നഗരസഭകൾക്ക് 119 ബൂത്തുകളുമാണ് ഉള്ളത്. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 9,52,173, അതിൽ ത്രിതല പഞ്ചായത്തുകളിൽ 8,35,626, നഗരസഭകളിലെ ആകെ വോട്ടർമാർ 1,16,547 കളക്ടർ പറഞ്ഞു. CPM-ഉം കോൺഗ്രസും ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത്. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിൽ BJP അധികാരത്തിൽ വന്നാൽ സാധാരണക്കാർക്കുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഭീമാ സുരക്ഷാ യോജന 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കാസർഗോഡ് ജില്ലയുടെ മുഴുവൻ അർഹതപ്പെട്ട ആൾക്കാർക്കും നൽകാൻ വേണ്ടിയിട്ട് BJP തയ്യാറാണ്. BJPയുടെ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം വന്നാൽ അതിന് സന്നദ്ധ സംഘടനകളുടെയും ഉദാരമതികളായിട്ടുള്ള വ്യക്തികളുടെയും സഹായം, അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് ജില്ലാ പഞ്ചായത്തിൽ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BJP അധികാരത്തിൽ വരുന്നിടത്ത് BJPക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നിടത്തൊക്കെ നടപ്പിലാക്കാൻ BJP തയ്യാറാണ്. എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് നൽകുമെന്നും അടൽജി പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉം കോൺഗ്രസും ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഉദുമ മാങ്ങാട്ടെ ബാലകൃഷ്ണൻ വധക്കേസിലെ പ്രതികളെ കണ്ടെത്താൻ CBI അന്വേഷണം ആവശ്യപ്പെടാതിരുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു. മാങ്ങാടിലെ CPIM പ്രവർത്തകൻ MB ബാലകൃഷ്ണന്റെ കൊലപാതകം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ ഇന്നത്തെ DCCയുടെ നേതൃത്വം
ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയിട്ടുള്ള ഒരു കൊലപാതകം. ആ കൊലപാതകത്തിൽ സംരക്ഷണം നൽകിയത് ആരാണെന്നൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പുറത്തു പറഞ്ഞിട്ടും CPIM-ഉം കോൺഗ്രസും അക്കാര്യത്തിൽ മൗനത്തിലാണ്. CPIM എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അനങ്ങാതിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണം. അതും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. CPIM-ന് ബാലകൃഷ്ണൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും CBI അന്വേഷണവും അതിനുവേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടുകയും അത് ചെയ്യില്ല എന്നുള്ളതറിയാം ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്യേണ്ടതിന് പകരം വെറുതെ ഇല്ലാണ്ട് കേരള പോലീസിനെ വിശ്വസിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുരേഷ് കുമാർ ഷെട്ടി, P. രമേശ്, പ്രമീള C. നായിക്, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണേശ്വരം എന്നിവരും പങ്കെടുത്തു. ആത്മീയതയിൽ അലിഞ്ഞ കൊല്ലൂർ. രഥോത്സവത്തിനെത്തിയത് 10,000. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. കലയുടെയും വിദ്യയുടെയും ദേവതയായ മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഭക്തജനങ്ങൾ ഒഴുകിയപ്പോൾ കൊല്ലൂരിലെ പുണ്യഭൂമി ഒരിക്കൽ കൂടി ആത്മീയതയിൽ അലിഞ്ഞു ചേർന്നു. ഹൃദയം കാത്തിരുന്ന രഥോത്സവം ഭക്തജനങ്ങളിൽ കാഴ്ചയുടെ നവ്യാനുഭൂതിയാണ് ഒരുക്കിയത്. തന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലായിരുന്നു രഥോത്സവം അരങ്ങേറിയത്. ക്ഷേത്രത്തിനുള്ളിൽ ചണ്ഡികാഹോമവും ചന്ദ്രശാലയിലെ തുലാഭാര മണ്ഡപത്തിൽ ദുർഗാഹോമവും നടന്നു. പ്രദോഷ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ സുഹാസിനി പൂജ നടന്നു. വ്യത്യസ്ത ഭാവത്തിലുള്ള ദേവിയുടെ പ്രതിരൂപമായ 9 സുമംഗലിമാരെ ശ്രീകോവിലിൽ പൂജിക്കുന്നതാണ് സുഹാസിനി പൂജ. അത്താഴ ശ്രീവേലി കഴിഞ്ഞ് രഥശുദ്ധിക്കും മറ്റു വിശേഷ പൂജകൾക്കും ശേഷം ദേവിയുടെ രഥാരോഹണം നടന്നു. തുടർന്ന് ചുറ്റമ്പലത്തിൽ രഥം വലിച്ചുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കി വീരഭദ്രസ്വാമിക്ക് മുമ്പിൽ രഥം നിശ്ചലമായ നാണയം വിതറുന്ന ചടങ്ങാണ് അരങ്ങേറിയത്. ഭക്തജനങ്ങളെ സ്വീകരിക്കുവാനും അവർക്ക് പ്രത്യേക സൗകര്യമൊരുക്കുവാനും പ്രത്യേക സംവിധാനങ്ങൾ ഇത്തവണയും കൊല്ലൂരിൽ ഒരുക്കിയിരുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. 21 ആണ് ഇവിടെ മഹാനവമി ചടങ്ങൊക്കെ നടക്കുന്നത്. 22 ദശമി, 23 ഏകാദശി ആയതുകൊണ്ട് 22 ദശമിയുടെ നവമി ഉപരി ദശമി വന്നു. അപ്പോൾ ദശമി പിന്നെ ആചരണമൊക്കെ 22-ന് നടക്കുന്നുണ്ട്. 21-ന് അഷ്ടമി പിന്നെ നവമിയുടെ ചടങ്ങ് രണ്ടും ഒന്നായിട്ട് നടത്തിയിട്ട് ഇവിടെ 21-ന് നവരാത്രി സമാപിക്കുന്നുണ്ട്. 22-ന് നവാന്നപ്രാശനം, വിദ്യാരംഭം ഇതൊക്കെ 22-ാം തീയതി നടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളൊന്നായ കൊല്ലൂരിലേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങളാണ് ഇത്തവണയും ഒഴുകിയെത്തിയത്. മന്നിപ്പാടി ദുർഗാപരമേശ്വര ക്ഷേത്രത്തിൽ വാഹനപൂജ നടന്നു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പൂജ നടന്നത്. നിരവധി ഭക്തർ ചടങ്ങിൽ സന്നിഹിതരായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഭക്തിയുടെ നിറവിലാണ്. നവമിയുടെ ആരംഭം ബുധനാഴ്ചയായതിനാൽ ക്ഷേത്രങ്ങളിൽ ആയുധപൂജകൾ നടന്നു. വ്യാഴാഴ്ച രാവിലെ വരെ നവമി വരുന്നതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസമാണ് വാഹനപൂജയടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. ബുധനാഴ്ച ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലും വാഹനപൂജകൾ നടന്നു. മന്നിപ്പാടിയിലെ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ ആയുധപൂജയുടെ ഭാഗമായി വാഹനങ്ങൾ പൂജിച്ചു. നിരവധി വാഹനങ്ങൾ പൂജയ്ക്കായി ക്ഷേത്രമുറ്റത്ത് എത്തി. ഗുരുപ്രസാദ് ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നവരാത്രി ആരംഭിച്ചതോടെ ജില്ലയിൽ വിദ്യാരംഭത്തിനും തുടക്കമായി. പുസ്തകങ്ങൾ 3 ദിവസം പൂജയ്ക്ക് വെച്ച് പൂജിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വായനയ്ക്ക് തുടക്കം കുറിക്കുക. കാസർഗോഡ് നഗരസഭയിൽ LDF INL വികസന മുന്നണി വികസന രേഖയുമായി രംഗത്തെത്തി.
നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും നേതാക്കൾ പറഞ്ഞു. പൊട്ടിത്തകർന്ന റോഡുകൾ ഉടൻ നന്നാക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ മുന്നണി നേതാക്കൾ. നവംബർ 2 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF INL വികസന മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും, നഗരസഭയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കും, പൊട്ടിത്തകർന്ന റോഡുകൾ നന്നാക്കും, വികലാംഗർക്ക് സഹായധനവും വാർദ്ധക്യ പെൻഷനുകളും അർഹരായവർക്ക് BPL കാർഡുകളും വാർഡ് അടിസ്ഥാനത്തിൽ കണ്ടെത്തി നൽകും, തെരുവുവിളക്കുകൾ റിപ്പയർ ചെയ്യുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. അത് മുനിസിപ്പൽ ഭരണസമിതി ആത്മാർത്ഥമായി വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി കഴിയും. പലതിനും ആ രൂപത്തിൽ ഈ ജനങ്ങളുടെ പൊതു അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്നാലും അതിന് കാര്യമായൊന്നും എടുക്കാത്തൊരവസ്ഥയാണുള്ളത്. അതിന് പ്രധാനമായി ഏത് രൂപത്തിൽ വിമർശനങ്ങൾ വന്നാലും ജനങ്ങൾ വിഷമങ്ങൾ നേരിട്ടെങ്കിലും ഞങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അത്തരം ഒരു സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമെന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ ഈ LDF-ഉം INL-ഉം വികസന മുന്നണി ഉൾപ്പെടെയുള്ള ഈ മുന്നണിക്ക് ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ K. ഭാസ്കരൻ, സുലൈമാൻ ഹാജി ബാങ്കോട്, കൊപ്പൽ അബ്ദുള്ള, മുനീർ കണ്ടാളം, P. ദാമോദരൻ, ഉമൈർ തളങ്കര എന്നിവർ പങ്കെടുത്തു. പഠനത്തോടൊപ്പം പാടത്തേക്കിറങ്ങിയ കുട്ടികൾക്ക് നെൽകൃഷിയിൽ മികച്ച വിജയം. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പാടത്ത് പൊന്നു വിളയിച്ചത്. സ്കൂൾ നാഷണൽ സർവീസ് സ്കീം, ദേശീയ ഹരിതസേന, ഭൂമിത്രസേന എന്നിവയുടെ നേതൃത്വത്തിലാണ് മാപ്പിട്ടശ്ശേരി ക്ഷേത്ര പാടശേഖരത്തിൽ കുട്ടികൾ കൃഷിയിറക്കിയത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് വയലുകളിൽ നാടൻ വിത്തനമായ കറുത്തെല്ലിക്കണ്ണൻ വിതച്ചത്. ഒഴിവു സമയങ്ങളിലെല്ലാം കുട്ടികൾ പാടങ്ങളിലെത്തി വിളപരിപാലനം നടത്തി. അങ്ങനെ ഒരേക്കർ 15 സെന്റ് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന 14 വയലുകളിൽ നെൽകൃഷി അവർ വിജയത്തിലെത്തിച്ചു. പരമ്പരാഗത നെൽകർഷകരുടെ നിർദ്ദേശാനുസരണമാണ് കുട്ടികളുടെ ജൈവ നെൽകൃഷി മുന്നോട്ടു പോയത്. പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSൻ്റെയും അതുപോലെ തന്നെ ഹരിതസേന, ഭൂമിത്രസേന, ഒപ്പം ശ്രീ മാപ്പിട്ടശ്ശേരിക്കാവ് മഹാക്ഷേത്രത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇവിടെ ക്ഷേത്ര പാടശേഖരത്തെ ഇതുപോലൊരു കൃഷി വികസിപ്പിച്ചെടുത്തത്. ജൂൺ 30-നാണ് ഞങ്ങളിവിടെ വിത്തിട്ടത്. ഒപ്പം ഞങ്ങളുടെ സഹായത്തിന് നാട്ടുകാരും സ്കൂളിലെ ഞങ്ങളുടെ കുട്ടികളും ഉണ്ടായിരുന്നു. തീർത്തും ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട്, രാസവളത്തെ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് പരമ്പരാഗത വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ T. വനജ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പുന്നക്കോടൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NP ഭാസ്കരൻ നമ്പി, പയ്യാടക്കത്ത് കുഞ്ഞമ്പു നായർ, മാപ്പിട്ടശ്ശേരിക്കാവ് മഹാക്ഷേത്രം സ്ഥാനികൻ T. മോഹനൻ, PC ചന്ദ്രമോഹനൻ, AV സുരേഷ് ബാബു, K. മനോജ് കുമാർ, K. ജയചന്ദ്രൻ, K. പ്രകാശൻ, E. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് AR ക്യാമ്പിൽ കൊമമറേഷൻ പരേഡ് സംഘടിപ്പിച്ചു. ബുധനാഴ്ചയായിരുന്നു പരിപാടി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് AR ക്യാമ്പിൽ എല്ലാ വർഷവും കൊമമറേഷൻ പരേഡ് ഒക്ടോബർ 21-ന് നടക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ചയും പരേഡ് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത പരേഡിന് നേതൃത്വം നൽകി. പോലീസ് സേനയിൽ നിന്നും ജോലിക്കിടെ അത്യാഹിതം സംഭവിച്ചവരെ അനുസ്മരിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഐക്യവേദി രൂപീകരിച്ചു. കേരള ഡെമോക്രാറ്റിക് എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചത്. വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച നേതാക്കൾ പങ്കെടുത്തു. കേരള ഡെമോക്രാറ്റിക് എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. രൂപീകരണ യോഗം സെറ്റോ ചെയർമാൻ PV രമേശൻ ഉദ്ഘാടനം ചെയ്തു.
തീർച്ചയായും നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണ കൺവെൻഷനുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, UDF ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം ജീവനക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് UDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജീവനക്കാരായ നമ്മളൊക്കെ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കൺവെൻഷൻ ചേരുന്നത്. എസ് ഭുവനചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളായ ജീവനക്കാരുടെ സംഘടനയാണിത്. യോഗത്തിൽ KPSTU ജില്ലാ പ്രസിഡന്റ് C സുകുമാരൻ, GSTU ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ദാമോദരൻ, ഷാഹുൽ ഹമീദ്, KN മുരളീധരൻ, ജോർജ്, ജയരാജൻ KP, PV നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്ന UDF, തിരിച്ചുപിടിക്കുമെന്ന BJP, കൂടുതൽ സീറ്റ് നേടുമെന്ന LDF. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ മത്സരം തീപാറുകയാണ്. ഭരണം നടത്തുന്ന UDFും മുഖ്യ പ്രതിപക്ഷമായ BJPയും പരസ്പരം ഭരണം നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ ഇടതുമുന്നണി കൂടുതൽ സീറ്റ് നേടുമെന്നാണ് പറയുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ചില വാർഡുകളിൽ ഇടതുപക്ഷത്തിന് ധാരണയുണ്ട്. UDFിൻ്റെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ UDFിനെ അലട്ടുന്ന പ്രശ്നം വിമതർ ഏറെയുണ്ട് എന്നതാണ്. എന്തായാലും കൂടുതൽ സീറ്റ് നേടി തങ്ങൾ തന്നെ അധികാരത്തിലെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ಮುಸರತ್ ಜಹಾನ್ KCN ನ್ಯೂಸ್ನೋಡು പറഞ്ഞു. ನಮ್ಮ UDF ಆಡಳಿತದಲ್ಲಿ ನಾವು 5 ವರ್ಷದಲ್ಲಿ ಕೂಡ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಕೂಡ ನಾವು ಒಳ್ಳೆಯ ಅಭಿವೃದ್ಧಿಯನ್ನು ನಾವು ತಂದಿದ್ದೇವೆ. ಗಡಿ ಪ್ರದೇಶದಲ್ಲಿರುವ ತೂಮಿನಾಡಿನಲ್ಲಿಯೂ ನಾನು ಒಳ್ಳೆಯ ರೀತಿಯಿಂದ ಅಭಿವೃದ್ಧಿಯನ್ನು ತಂದು ಎಲ್ಲ ವಾರ್ಡನ್ನು ನನ್ನ ಸ್ವಂತ ವಾರ್ಡೆಂದು ಭಾವಿಸಿ ನಾವು ಸಿಗುವ ಎಲ್ಲ ಸೌಕರ್ಯವನ್ನು ನಾವು ಕೊಟ್ಟಿದ್ದೇವೆ. ಅದಲ್ಲದೆ ಎಷ್ಟೋ ಮಂದಿಗೆ ನಾವು ನಮ್ಮ ಪಂಚಾಯತಿನಿಂದ ಸಿಗುವಂತಹ ಪೆನ್ಷನ್, ಓಲ್ಡ್ ಏಜ್ ಪೆನ್ಷನ್, ವಿಡೋ ಪೆನ್ಷನ್ ಇದನ್ನು ಕೂಡ ನಾವು ಎಲ್ಲ ಅರ್ಹರಿದ್ದವರಿಗೆ ನಾವು ಅದನ್ನು ನೀಡಿದ್ದೇವೆ. ಅದು ಅಲ್ಲದೆ ತುಂಬ ಬಡ ಕುಟುಂಬದವರಿಗೂ ನಾವು ನಮ್ಮ ಪಂಚಾಯತಿನ ವತಿಯಿಂದ ನಾವು 100 ಮನೆಯನ್ನು ನಾವು ಎಲ್ಲ ವಾರ್ಡಲ್ಲಿ ಆಗಿಯೂ ನಾವು 100 മനെಯನ್ನು ಕೊಟ್ಟಿದ್ದೇವೆ. അതേസമയം BJP ആകട്ടെ കഴിഞ്ഞ തവണത്തെ 8 സീറ്റിൽ കൂടുതൽ ഇത്തവണ നേടി പഞ്ചായത്ത് ഭരിക്കുമെന്ന് അവകാശപ്പെടുന്നു. 5 കൊല്ലത്തിനിടയിൽ 2 പ്രസിഡന്റുമാർ ഗ്രൂപ്പ് പോരിൽ മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ ഇത്തവണ BJP തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുമെന്ന് BJP നേതാവ് ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം പറഞ്ഞു. ಭ್ರಷ್ಟಾಚಾರದ ಆಗರದಿಂದ ಕೂಡಿದ ಪರಿಣಾಮವಾಗಿ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರನ್ನು ಬದಲಾಯಿಸಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಮುಸ್ಲಿಂ ಲೀಗಿಗೆ ಒದಗಿ ಬಂದು ತದನಂತರ ಬಂದ ಅಧ್ಯಕ್ಷೆ ಅವರು ಕೂಡ ಭ್ರಷ್ಟಾಚಾರದಿಂದ ಆಡಳಿತ ಮಾಡುವುದಕ್ಕೆ ಒಂದು ಸಾಕ್ಷಿಯಾಗಿ ಪಂಚಾಯತಿನ ಸ್ವಪಕ್ಷದ ಸದಸ್ಯರಿಗೆ ಕಪಾಲ ಮೋಕ್ಷ, ಅದೇ ರೀತಿ ಅದೇ ಸದಸ್ಯನಿಗೆ ಮತ್ತೊಂದು ಅಂಗಪಕ್ಷದ ಸದಸ್ಯೆಯಿಂದಲೂ ಕಪಾಲ ಮೋಕ್ಷ ನಡೆದು ಅದು ನಾವು ಕಂಡಂಥ ವಿಚಾರವಾಗಿದೆ. ഇടതുപക്ഷമാകട്ടെ BJPക്കും ലീഗിനും സീറ്റ് കുറയുമെന്നും ജനങ്ങളോടുള്ള വഞ്ചന വോട്ടർമാർ തിരിച്ചറിയുമെന്നും പറയുന്നു. ഹൊസങ്കടി മീൻ മാർക്കറ്റിൻ്റെ പേരിൽ 7 ലക്ഷം രൂപ UDF തട്ടിപ്പ് നടത്തിയെന്നും LDF നേതാവ് VB രാജൻ പറഞ്ഞു. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. ആ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പിന്നെ ഇന്നത്തെ ഭരണസാരഥ്യത്തിലുള്ളവർക്ക് ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ പഞ്ചായത്തിൽ യഥാർത്ഥമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പ്രധാനമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗങ്ങൾ വിജയിച്ചാൽ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ വ്യാപ്തിയിലുള്ള പ്രദേശങ്ങളിലുള്ള രൂക്ഷമായിട്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ആദ്യമായ പരിഗണന നൽകുമെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഉറപ്പു തരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർണായ ശക്തിയായി മാറിയിട്ടുണ്ട്. 4ഓളം സീറ്റുകൾ സ്വതന്ത്രം നേടുമെന്നാണ് പൊതുവെ അഭിപ്രായം. വരും നാളുകളിൽ ആരെ മലർത്തിയടിക്കുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് തല ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബുധനാഴ്ചയായിരുന്നു ക്ലാസ്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭർ ക്ലാസ് എടുത്തു.
കാസർഗോഡ് ICDSന്റെ കീഴിലുള്ള മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് തല പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ കാവുകോളി GLP സ്കൂളിലാണ് പരിപാടി നടന്നത്. ഗിരിജ KV ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന നിയമങ്ങൾ, ശൈശവ വിവാഹം, ബാലാവകാശ നിയമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് ദിനേശനും പോഷകാഹാരത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഡോക്ടർ കയനിയും, ICDSലൂടെ നൽകുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിൽ രോഹിണിയും, അന്നപൂരക പോഷകാഹാരം അതിലടങ്ങിയ ഘടകങ്ങൾ എന്ന വിഷയത്തിൽ ICDS സൂപ്പർവൈസർ ബിന്ദുവും, വളർച്ചാ നിരീക്ഷണം എന്ന വിഷയത്തിൽ KV ഗിരിജയും ക്ലാസ് എടുത്തു. ഈ ജീവിതത്തിന്റെ അവസാന കാലത്ത് എവിടെയെങ്കിലും ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു അമ്മ അവസാനം പറഞ്ഞു തരിക. എനിക്ക് ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഒരു വന്നിട്ട് ഇവിടെ 7-8 വർഷമായി ഞാനിവിടെ. എൻ്റെ ഈ അവസാന കാലം എനിക്ക് എൻ്റെ ജീവിതം നോക്കിയത് ഈ സർക്കാരാണ്. അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, കണ്ണും കിഡ്നി എല്ലത് ഏതൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ അത് എടുത്തോട്ടെ. അതുകൊണ്ട് സാർ അതിനുള്ള എല്ലാ ഒരു സംവിധാനങ്ങളും ചെയ്തു തരണം. ഓൺലൈനിലൂടെ ഉബൈദ് അനുസ്മരണം ഒരുക്കി KMCC പ്രവർത്തകർ. KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. മലയാള സാഹിത്യ ലോകത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകിയ ബഹുഭാഷാ പണ്ഡിതനും കവിയുമായ P. ഉബൈദിന്റെ ഓർമ്മകൾക്ക് മുന്നിലാണ് പ്രവാസി ലോകം ഒത്തുകൂടിയത്. ഓൺലൈനിലൂടെയുള്ള പ്രത്യേക അനുസ്മരണ പരിപാടി ഏറെ നവ്യ അനുഭൂതിയായി മാറി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഉബൈദ് മാഷിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡിന്റെ മുന്നേറ്റത്തിന് വിത്തുപാകിയത്. അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ എല്ലാ രംഗത്തും സമൃദ്ധി ഉണ്ടാക്കുവാൻ സഹായകമായിട്ടുണ്ട്. ഉബൈദ് മാഷിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാസർഗോഡൻ ജനതയ്ക്ക് വിദ്യാഭ്യാസ സാംസ്കാരികപരമായ മുന്നേറ്റത്തിന് വെളിച്ചമായി നിന്നിട്ടുണ്ട്. ഉബൈദിനെ സ്മരിക്കുന്ന ഈ വാട്സപ്പ് സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയായിരുന്നു വ്യത്യസ്തമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ, ട്രഷറർ A. അബ്ദുറഹ്മാൻ, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, KMCC നേതാക്കളായ യഹിയ തളങ്കര, നിസാർ തളങ്കര, ഇബ്രാഹിം, ദൃശ്യമാധ്യമ പ്രവർത്തകരായ റഹ്മാൻ താലങ്ങാടി, രമേശ് പയ്യന്നൂർ, ലിയോ രാധാകൃഷ്ണൻ, PP ശശീന്ദ്രൻ, MCA നാസർ, TA ഷാഫി, സാദിഖ് ഖാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് സലാം കന്യപ്പാടിയാണ് പരിപാടി നിയന്ത്രിച്ചത്. നൂറുദ്ദീൻ ആറാട്ടുകടവ് സ്വാഗതം പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ NSS വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. കാഞ്ഞങ്ങാട്ടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമാണ് പരിശീലനത്തിന് നേതൃത്വമേകിയത്. NSS വളണ്ടിയർമാരെ ദുരന്ത നിവാരണ പരിശീലനത്തിനായി സജ്ജരാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. കാസർഗോഡ് സെൻട്രൽ ക്ലസ്റ്റർ നാഷണൽ സർവീസ് സ്കീമിന്റെയും കാഞ്ഞങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത്. അതും ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഹൈലി എഡ്യൂക്കേറ്റഡ് ലെവലിലുള്ള ഒരു സ്ഥലത്താണ്. ഫയർ എക്സ്റ്റിംഗ്വിഷൻ പൊട്ടിയ സൗണ്ട് കേട്ടുകൊണ്ട് അവർ പേടിച്ച് നമ്മൾ ഇവിടെ വിളിച്ച് നമ്മൾ ചെന്നു. എന്നാൽ ഫയർ എക്സ്റ്റിംഗ്വിഷൻ പൊട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫയർ എക്സ്റ്റിംഗ്വിഷൻ പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇന്റേണൽ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുന്നു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ TK മുകുന്ദൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലീഡിംഗ് ഫയർമാൻ RK സുരേഷ്, സബ് ഇൻസ്പെക്ടർ ശിവദാസൻ, AV സുരേഷ് ബാബു, V ഹരിദാസ്, K മുഹമ്മദ് ഷരീഫ് എന്നിവർ നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ടെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സക്കീർ. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുമെന്നും മുഖ്യ ഭരണാധികാരി. ജില്ലയിൽ ഒരിടത്തും കോലീബി സഖ്യമില്ലെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത്. CPM-ഉം കോൺഗ്രസും ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീകാന്ത്. നവരാത്രി ആഘോഷത്തിൽ മുങ്ങി കൊല്ലൂർ. വിജയദശമി നാളായ വ്യാഴാഴ്ച എഴുത്തിനിരുത്തം. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന പ്രഖ്യാപനവുമായി LDF INL വികസന മുന്നണി. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും നേതാക്കൾ. പൊന്നുവിളയിക്കാൻ കുഞ്ഞു കരങ്ങളും. പിലിക്കോട് GHSS വിദ്യാർത്ഥികൾ കാർഷിക വൃത്തിയിലൂടെ ഒരു നാടിനാകെ മാതൃകയാവുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.